ജനുവരി മാസം 26-ാം തീയതി. എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായമാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനോഹരമായിരിക്കുന്ന ഒരധ്യായമാണ് ഇത്. മനോഹരമെന്ന് പറയുവാനായിട്ട് കാരണമെന്ന് പറയുന്നത് ഈ പാരമ്പര്യ കാര്യങ്ങൾ, അപ്പൻ്റെ സ്വഭാവവും അപ്പൻ്റെ ദുശീലങ്ങളും മക്കളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് മക്കളിലൂടെ എങ്ങനെ വ്യാപരിക്കുന്നു എന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. നമുക്കറിയാം അബ്രഹാം ചെയ്ത ഒരു പ്രധാന തെറ്റ് എന്താണ്? അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് നുണ പറഞ്ഞു എന്നുള്ളതാണ്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോകാനിടയായ സംഭവത്തെക്കുറിച്ചൊക്കെ നാം നേരത്തെ ചിന്തിച്ചു. കാണുന്നവരോട് അബ്രഹാം ചോദിച്ചാൽ പറയും സാറ ആരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ പെങ്ങളാണെന്ന് പറയും. സാറയോട് ചോദിച്ചാൽ ഇതാരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ ആങ്ങളയാണ്, എൻ്റെ ബ്രദറാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അബ്രഹാം സാറേ മരിച്ചു. ഇപ്പോൾ ഇസഹാക്കും റബേക്കയുമാണ്. അവർക്കും അതേ പ്രശ്നം തന്നെയുണ്ട്. അവർക്ക് കുട്ടികളുണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു. അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് മക്കളുണ്ടായത്. അപ്പോൾ മക്കളില്ലാത്തതായിരിക്കുന്ന ഈ കാലത്ത് ഇസഹാക്കും റബേക്കയും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മക്കളൊന്നുമില്ലല്ലോ, രണ്ടുപേരും നല്ല ചെറുപ്പമാണ്, അതുപോലെ തന്നെ കണ്ടാൽ നല്ല സുന്ദരിയാണ് റബേക്കയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ ആരാ? ഇതെൻ്റെ പെങ്ങളാണ്, ഇത് ആങ്ങളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പനും അമ്മയില്ല, അവർക്ക് മരിച്ചുപോയി. ശരി, അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഇല്ല, ഞങ്ങൾ വിവാഹിതരാണ് എന്നൊക്കെ അവർ നുണ പറയും. അപ്പോൾ അങ്ങനെ അവിവാഹിതരായ രണ്ടാളുകളാണെന്ന് പറഞ്ഞാൽ അബ്രഹാം പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ആ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അബ്രഹാമിനെ കൊല്ലുകയില്ല, സാറെ തട്ടിക്കൊണ്ട് പോയാലും അബ്രഹാമിനെ ജീവിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇസ്ഹാക്കും അത് തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് അബ്രഹാം സാറയെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന നുണ ഇതിനകം ഒരു ഫാമിലി ട്രേഡ് മാർക്കായിട്ട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇസ്ഹാക്ക് തൻ്റെ ഭാര്യ റിബേക്കയെക്കുറിച്ച് അവൾ സഹോദരി എന്നാണ് അബീമേലെക്കിനോടും ആളുകളോടും പറഞ്ഞത്. അതൊരു നുണയായിരുന്നു, പിതാവ് പറഞ്ഞ അതേ നുണ. പലപ്പോഴും അങ്ങനെയാണ് അപ്പന്മാരെ പറഞ്ഞു വെക്കുന്ന ചില നുണകൾ, അപ്പന്മാരെ ചെയ്ത് കാണിക്കുന്ന ചില തെറ്റായ ശീലങ്ങൾ, ആ കാര്യം ഒരു ഫാമിലി ട്രേഡ് മാർക്കായിട്ട് മാറാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റബേക്കയുമായി വിനോദിക്കുന്നത് അബീമേലെക്ക് കണ്ടു. അബീമേലെക്ക് കണ്ടപ്പോൾ അബീമേലെക്കിന് ഒരു കാര്യം മനസ്സിലായി, ഇവരാങ്ങളെയും പെങ്ങളുമല്ല, ഇവർ ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ട് അബീമേലെക്ക് ഒരു പട്ടാളക്കാരനെ വിട്ട് അല്ലെങ്കിൽ ഒരു ദാസനെ വിട്ട് ഇസ്ഹാക്കിനെ വിളിച്ചു വരുത്തി ചോദിച്ചു, നീ എന്താണ് എന്നോട് നുണ പറഞ്ഞത്? നീ സഹോദരി എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ത്രീ വാസ്തവത്തിൽ നിൻ്റെ സഹോദരി അല്ലല്ലോ, നിൻ്റെ ഭാര്യയല്ലേ? നിങ്ങൾ വിനോദിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എൻ്റെ ജനത്തിൻ്റെ മേൽ നീ വലിയ ന്യായവിധി വരുത്തുമായിരുന്നു. കാരണം ഒരാളുടെ ഭാര്യയെ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കുറ്റമാണ്, ധാർമ്മിക കുറ്റമാണ്. ധാർമ്മിക നിലവാരം പുലർത്തി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അബീമേലെക്കിൻ്റെ ആളുകൾ. അതുകൊണ്ട് അബീമേലെക്ക് ഇസ്ഹാക്കിനെ ശാസിച്ചു. ഇസ്ഹാക്ക് ഭാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞതിന് കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ ആരെങ്കിലും തട്ടിയെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഏതായാലും അബീമേലെക്ക് ഇസ്ഹാക്കിനെ ശാസിക്കുകയും ആ തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറയുക മാത്രമല്ല, അബീമേലെക്കിൻ്റെ ആളുകളെ വിളിച്ച് അവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്, ഒരുപക്ഷെ പറഞ്ഞു കാണും മുൻപുണ്ടായിരുന്ന വലിയ മനുഷ്യനായ അബ്രഹാമിൻ്റെ മകനാണ്, ഇവൻ്റെ ഭാര്യയാണ് അവനോടുകൂടെ ഉള്ളതായിരിക്കുന്ന സ്ത്രീ റബേക്ക. അതുകൊണ്ട് അവളെ ആരെങ്കിലും തൊട്ടാൽ അത് വലിയ കുറ്റമായിട്ട് കണക്കാക്കും, മരണശിക്ഷ തന്നെ നൽകും എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അബീമേലെക്ക് ഇസ്ഹാക്കിനെയും റബേക്കയും അവരുടെ വഴിക്ക് പോകുവാനായിട്ട് അനുവദിച്ചു. അവരവിടെ നിന്ന് പുറപ്പെട്ടു പോയി വേറൊരു ദേശത്ത് ചെന്നു, അവിടെ വിതച്ചു. ദൈവം ആ വിതയെ അനുഗ്രഹിച്ചു. വലിയ ഒരു കൊയ്ത്ത് തന്നെ അവർക്ക് ലഭിച്ചു. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ധാരാളം ആടുമാടുകളും സ്വത്തുക്കളും ഉണ്ടായി. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യത്തിൽ നാം നുണ പറഞ്ഞ് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കരുത്. അബ്രഹാം അങ്ങനെ പറഞ്ഞു, അതിൻ്റെ ഫലം ഭവിഷ്യത്ത് അബ്രഹാം അനുഭവിച്ചു. ഇസ്ഹാക്ക് അതേ നുണ ആവർത്തിച്ചു, അതിൻ്റെ ഭവിഷ്യത്ത് ഇസ്ഹാക്കും അനുഭവിച്ചു. നമ്മുടെ സാക്ഷ്യമാണ് നഷ്ടപ്പെടുന്നത്. ഇസ്ഹാക്കിന് സാക്ഷ്യം പോയി, നുണ പറഞ്ഞൊരു മനുഷ്യനായിട്ട് മാറിയില്ലേ. അവിടെ ആപത്തുകളൊന്നും വരാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ നല്ല ആളുകളായിരുന്നുകൊണ്ടാണ്. അബീമേലെക്ക് ഒരു നല്ല മനുഷ്യനായിരുന്നു, നീതിബോധമുള്ള ആളുകളായിരുന്നു തൻ്റെ ആളുകൾ. അതുകൊണ്ട് അനർത്ഥങ്ങളൊന്നും വന്നില്ല. ദൈവം നമ്മളെ ആ നിലയിൽ നമ്മുടെ തെറ്റുകളെ സംരക്ഷിക്കും. നാം തെറ്റുകൾ ചെയ്താൽ ദൈവം അത് തിരുത്തും എന്നും നാം വിചാരിച്ച് പോകരുത്. ദൈവത്തിൻ്റെ വചനപ്രകാരം സത്യവും നീതിയുമായ കാര്യങ്ങൾ മാത്രമേ നാം ചെയ്യാവൂ. അബ്രഹാമിന് ഇവിടെ തെറ്റുപറ്റി, തൻ്റെ മകനായ ഇസ്ഹാക്കിനും തെറ്റുപറ്റി. എങ്കിലും ദൈവം
അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം നല്ലവനാണ്, ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് നേരോടെ പ്രവർത്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം